ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ചാമ്പൽ ബുധനാഴ്ച ഞങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥനയോടുകൂടെ ഒരു നോമ്പ് കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞങ്ങൾ എങ്ങനെയായിരിക്കണമെന്നും നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയെന്നും വചനത്തിലൂടെ ചിന്തിക്കുവാൻ, അങ്ങനെ ഈ നോമ്പ് കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിന്റെ രൂപാന്തരത്തിന്റെ അനുഭവമാക്കി അവിടുന്ന് തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിലായിരിക്കുന്ന ഈ പ്രിയജനത്തോടും ശബ്ദപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വചനം ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ വ്യാപരിക്കട്ടെ. ഞങ്ങൾ അല്പസമയം ദൈവസന്നിധിയിലായിരിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിച്ചാലും യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ ചാമ്പൽ ബുധനാഴ്ച വീണ്ടും ഒരു നോമ്പ് കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ നോമ്പാചരണത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളുടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം ഇന്ന് ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഒരു രൂപാന്തരത്തിന്റെ അനുഭവങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ സന്നിധിയിൽ നാം ആയിരിക്കുകയാണ്. ഈ ആരാധനയിലായിരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് നോമ്പ് രൂപാന്തരത്തിനുള്ള കാലം എന്നുള്ളതാണ്. കഴിഞ്ഞ ഞായറാഴ്ച നോമ്പ് വീണ്ടെടുപ്പിന്റെ കാലം എന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നാം നൽകപ്പെട്ടു. അതിനോട് ചേർന്ന് തന്നെ നോമ്പ് രൂപാന്തരത്തിന്റെ കാലം എന്ന ഒരു ചിന്തയിലൂടെ ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിലെ തിരക്കേറിയ ജീവിത യാത്രയിൽ വിശ്വാസ പരിപോഷണത്തിനും ജീവിത വിശുദ്ധീകരണത്തിനും അടിസ്ഥാന ഘടകമാണ് നോമ്പ് ആചരിക്കുക എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ പെട്ട് ജഡത്തെ തൃപ്തിപ്പെടുത്തുവാനുള്ള മനുഷ്യ മനസ്സുകളുടെ ബന്ധം ഇത് മറ്റുള്ളവരിലേക്ക് നോക്കുവാനല്ല, സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുവാനുള്ള ഒരു ചിന്തയായിട്ടാണ് ഞാനിവിടെ നിങ്ങൾക്ക് നൽകുന്നത്. ഇവിടെ ഒരു വിശുദ്ധീകരണത്തിന്റെയും പുതുക്കത്തിന്റെയും വിനയത്തിന്റെയും അനുതാപത്തിന്റെയും അനുഭവങ്ങളിലേക്ക് മടങ്ങി വരുവാനും ഈ നോമ്പ് കാലഘട്ടം നമ്മുടെ ജഡ സ്വഭാവങ്ങളെ അതിജീവിച്ചുകൊണ്ട് ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന അനുഭവത്തിൽ ഒരു വിശുദ്ധീകരണത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ നയിക്കുവാനായിട്ട് കഴിയുമെന്നാണ് നാം ചിന്തിക്കേണ്ടത്. നോമ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇംഗ്ലീഷ് പദമാണ് ലെന്റൻ എന്ന് പറയുന്നത്. ഈ ലെന്റൻ എന്ന് പറയുന്ന പദത്തിന്റെ മലയാള പരിഭാഷ വസന്തകാലം എന്നതാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ വസന്തകാലമാണ് നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത്. ഇസ്ലാം സഹോദരങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച അവർ നോമ്പ് ആരംഭിച്ചു. ക്രൈസ്തവ സഹോദരങ്ങൾ ഈ ബുധനാഴ്ച, അതായത് ഇന്നേ ദിവസം ചാമ്പൽ ബുധനാഴ്ചയായി നാം ഇന്നു മുതൽ നോമ്പ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ നോമ്പാചരണം മനുഷ്യ ജീവിതത്തിന്റെ വസന്തകാലത്തേക്ക് ഉയരുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ വസന്തകാലം എന്ന് പറയുമ്പോൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ഒരു പുതുക്കപ്പെടുന്ന അനുഭവം. പഴയ ഇലകളെല്ലാം തൊഴിഞ്ഞ് ഒരു പുതിയ തളർത്ത അനുഭവവും അതിനോട് ചേർന്ന് പൂവും കായും കൊണ്ട് നിറയുന്ന ഫലകരമായ ഒരു ജീവിത അനുഭവമാണ്. ഇപ്പോൾ നോമ്പാചരണത്തിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ പഴമകളുടെ, നിരാശയുടെ, കണ്ണുനീരിന്റെ അനുഭവങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതുക്കത്തിന്റെ അനുഭവത്തോടുകൂടെ, ഒരു പുതുമയോടുകൂടെ തളർത്ത അനുഭവത്തിൽ ഫലദായകമായ
നമ്മുടെ ജീവിതങ്ങളെ എങ്ങനെ ക്രമീകരിക്കാമെന്നുള്ളതാണ് നോമ്പാചരണത്തിലൂടെ നാം ലക്ഷ്യമിടുന്നത്. ഇന്ന് മനുഷ്യർ പല വിധത്തിൽ ആത്മീയമായി ശക്തി പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാലഘട്ടമാണ്. എങ്ങനെ ആത്മീയമായി ശക്തി പ്രാപിക്കുവാനായിട്ട് കഴിയും? അതിന് ചില കുറുവഴികളൊക്കെ തേടുന്ന വിശ്വാസ സമൂഹങ്ങളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. ഒരുപക്ഷെ നാം അങ്ങനെ തന്നെയായിരിക്കാം. ഇങ്ങനെയുള്ള ആത്മീയമായി ശക്തിപ്പെടുവാനുള്ള ആചാര അനുഷ്ഠാനങ്ങൾ നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കാതെ നമ്മുടെ ജീവിതത്തിന്റെ അഭിനയങ്ങളായി മാത്രം മാറ്റപ്പെടുമ്പോൾ എങ്ങനെ നമുക്ക് ആത്മീയമായി വളരുവാനായിട്ട് കഴിയും? ഇപ്പോൾ ബാഹ്യമായ ആചാരങ്ങളെക്കാൾ ആന്തരികമായി സംഭവിക്കേണ്ടതായ രൂപാന്തരങ്ങളാണ് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ ആരാധനകളും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ അനുഷ്ഠാനങ്ങളും ബാഹ്യ അനുഷ്ഠാനങ്ങളായി അധപ്പതിക്കുന്നു. അല്ലെങ്കിൽ ആന്തരികമായ പരിവർത്തനങ്ങളൊന്നും അതുകൊണ്ട് സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ രൂപാന്തരത്തിന്റെ അനുഭവങ്ങളിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വർഷത്തെ നോമ്പ് ആചരണത്തിലൂടെ നമ്മുടെ സഭ ലക്ഷ്യമിടുന്നത് ആന്തരികമായ ഒരു രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കണം എന്നുള്ളതാണ്. യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി അനുഷ്ഠിച്ച 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനകളും നമ്മുടെ നോമ്പ് ആചരണത്തിന് ഒരു മുന്നൊരുക്കമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശു ഇവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം യേശുവിനെ അഭിമുഖീകരിക്കുന്നത് പിശാചാണ്. ആ പിശാചിനെ ജയിക്കുവാൻ യേശു എടുത്ത ആയുധങ്ങളാണ് ഉപവാസവും ദൈവവചനവും. പ്രിയമുള്ളവരെ, നാം ഈ കാലഘട്ടങ്ങളിൽ നോമ്പാചരിക്കുമ്പോൾ ഈ നോമ്പ് ഫലദായകമായി തീരണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ വസന്തകാലമായി രൂപാന്തരപ്പെടണമെങ്കിൽ നാം ദൈവവചനവും ഉപവാസവും എന്ന 2 ആയുധങ്ങൾ ധരിക്കേണ്ടതായിട്ടുണ്ട്. ഉപവസിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തോടൊപ്പം വസിക്കുക, പട്ടിണി കിടക്കണമെന്ന് അതിനർത്ഥമില്ല. ഇപ്പോൾ ദൈവത്തോടൊപ്പം വസിക്കുവാനും ദൈവവചന പാരായണത്തിനും കൂടുതൽ ആഴമായ ആത്മീയ ചിന്തകളിലേക്ക് നമ്മെ നയിക്കപ്പെടുന്നതായ നാളുകളാണ് ഈ നോമ്പ് കാലഘട്ടം എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ആന്തരികമായ ഒരു അനുഭവം, അതായത് നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് നാം കുറച്ചുകൂടെ സഞ്ചരിക്കുന്ന ഒരു അനുഭവമായിരിക്കണം നോമ്പ് കാലഘട്ടം. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വാർത്ഥത നിറഞ്ഞതാണ്. എന്നാൽ ഈ നോമ്പാചരണത്തിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്നേഹത്താൽ നിറയപ്പെട്ടതായ അനുഭവങ്ങളായിരിക്കണം. സ്വയം ത്യജിക്കുന്ന അനുഭവങ്ങളിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് കഴിയണം. ഇവിടെയാണ് നോമ്പ് ആന്തരികമായ രൂപാന്തരത്തിന്റെ തലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. പഴയ നിയമ കാലഘട്ടങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ അവിടെ പ്രവാചകന്മാർ ജനത്തോട് ഉപദേശിക്കുകയാണ് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനുള്ള നല്ല ആലോചനകൾ. എന്നാൽ പ്രവാചകന്മാർ ഇസ്രായേൽ ജനത്തെ ഉണർത്തുന്നത് തങ്ങളുടെ ജീവിതങ്ങളെ ബാധിച്ചിരിക്കുന്ന അതിക്രമങ്ങളെ വിട്ടുതിരിയുവാനും ദൈവവിഷയമായുള്ള ചിന്തകളിൽ നിന്നും ജനത്തിന്റെ പ്രലോഭനങ്ങളിലേക്ക് ജനം വഴുതി വീഴുമ്പോൾ ആ ദൈവികതകളിലേക്ക് ജനത്തെ മടക്കിക്കൊണ്ടുവരുവാനും അങ്ങനെ ഒരു ആത്മീയ തീർത്ഥയാത്ര നയിക്കുവാനാണ് ഉപവാസത്തെയും പ്രാർത്ഥനകളെയും കുറിച്ച് ഇവിടെ പ്രവാചകന്മാർ ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച നാം പഠിച്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ വെറുതെ രട്ടിലും വെണ്ണീരിലും ഇരിക്കുക മാത്രമല്ല ഉപവാസം എന്നവിടെ സൂചിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ ഉപവാസം എന്ന് പറയുന്നത് അന്യായ ബന്ധങ്ങളെ അഴിക്കുകയും നുകങ്ങളെ തകർക്കുകയും പീഡിതന്മാരെ സ്വതന്ത്രരാക്കുന്നതായ സത്പ്രവർത്തികൾ കൊണ്ടുവരുന്നതായ അനുഭവമാണ്. ഇങ്ങനെയുള്ള നോമ്പ് ആചരണത്തിലൂടെ മാത്രമേ
നമുക്ക് ഒരു രൂപാന്തരത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയും. ഈ നോമ്പാചരണം ദൈവവുമായി കൂടുതൽ അടുക്കുവാനും ജീവിതത്തിൽ ആവശ്യമായ ഒരു രൂപാന്തരം കൈവരിക്കുവാനും കഴിയും. ഇത് ഞാൻ പറയാൻ കാരണം എല്ലാ ഞായറാഴ്ചകളിലും ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ആരാധനകളിലൂടെ എന്തെങ്കിലും ഒരു രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നോമ്പാചരണത്തിലൂടെ കുറച്ചുകൂടെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുവാനാണ് നാം ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയിലൂടെ, ദൈവവചന വായനയിലൂടെ, ദൈവവചനം ധ്യാനിക്കുന്നതിലൂടെ കൂടുതൽ ആഴങ്ങളിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന അനുഭവമായി മാറ്റപ്പെടും. അവിടെയാണ് രൂപാന്തരം ഉണ്ടാകുന്നത്. ഈ രൂപാന്തരമാണ് ജീവിതത്തിന് ആവശ്യമായ ഒരു അനുഭവങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത്. അതായത് സമൂഹത്തിൽ മനം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും ജഡത്തിന്റെ പ്രലോഭനങ്ങൾക്ക് അതീതമായി ആത്മീയമായി വളരുവാനും ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുവാനും സഹോദരന്റെ വേദന സ്വന്തം വേദനയായി കാണുവാനുള്ളതായ ഒരു ചിന്തയിലേക്ക് നമുക്ക് രൂപാന്തരം പ്രാപിക്കുവാനായിട്ട് കഴിയും. ഇന്ന് നാം വളരെയധികം ഭയാശങ്കകളോടുകൂടെയാണ് നമ്മുടെ ജീവിതങ്ങൾ നയിക്കുന്നത്. അവരെ വേദനിക്കുന്നതിലൂടെ എത്രത്തോളം സായുജ്യം പ്രാപിക്കുവാനായിട്ട് കഴിയുമോ എന്നുള്ള കാര്യങ്ങൾക്ക് പരീക്ഷണങ്ങൾ നടത്തുന്നവരാണ് ഇന്നത്തെ കൗമാരക്കാരും യുവജനങ്ങളും. എന്തിനേറെ പറയുന്നു, ചിലപ്പോഴൊക്കെ നമ്മൾ അത്തരത്തിൽ നമ്മുടെ മനസ്സുകളെ താലോലിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതായ ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നാം ജീവിക്കുമ്പോഴാണ് ഒരു രൂപാന്തരത്തിന്റെ അനിവാര്യതയിലേക്ക് നമ്മുടെ ചിന്തകളെ നാം നയിക്കേണ്ടത്. ഈ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിരിക്കും. ഒന്നാമത്, നോമ്പ് ഘടകങ്ങളുടെ രൂപാന്തരത്തിന്റെ കാലമാണ്. ഇസ്രായേൽ ജനതയ്ക്ക് ബാബിലോൺ പ്രവാസകാലത്തിൽ ദൈവത്തിലൂടെ ലഭ്യമാകുവാൻ പോകുന്ന സമാധാനത്തിന്റെ സന്ദേശമാണ് ഇന്ന് നാം പാഠമായി വായിച്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായത്തിലൂടെ ദൈവം നൽകപ്പെടുന്നത്. ദൈവം ഒരു രക്ഷകനെ എഴുന്നേൽപ്പിക്കുമെന്നും അവൻ ഇസ്രായേൽ ജനത്തെ വിടുവിക്കും എന്നും അങ്ങനെ പ്രവാചകൻ അവിടെ പ്രവചിക്കുകയാണ്. ഇവിടെ ഇസ്രായേൽ ജനത്തെ അവരുടെ ലംഘനങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും വിശുദ്ധീകരണത്തിന്റെ അനുഭവങ്ങളിലേക്ക് അവരെ നയിക്കുന്ന ഒരു രക്ഷകന്റെ അനുഭവത്തെ കുറിച്ചാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ ദൈവിക കരുതലിന്റെ ഒരു അനുഭവം നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് കഴിയും. ഇപ്പോൾ പ്രപഞ്ചത്തിലെ സകല ഘടനകളെയും രൂപാന്തരം വരുത്തുന്നത് ദൈവിക പ്രവർത്തനമാണ്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. ഈ പ്രപഞ്ചത്തിൽ അനേക ഘടനകളുണ്ട്. അത് രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, സാമുദായികപരമായിക്കൊള്ളട്ടെ, മതപരമായിക്കൊള്ളട്ടെ, കുടുംബപരമായ ഘടനകളായിക്കൊള്ളട്ടെ, എല്ലാ ഘടനകൾക്കും രൂപാന്തരം വരുത്തുന്ന ശക്തി ദൈവിക ശക്തിയാണ്. ഈ ദൈവിക ശക്തി ജനം ദൈവത്തിലേക്ക് തിരിയുമ്പോൾ നമ്മിലൂടെ അത് പ്രാവർത്തികമാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജനത്തെ അടിമകളാക്കി വച്ചിരിക്കുന്ന ചില ഘടനകളുണ്ട്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ചില അടിമത്തങ്ങളുണ്ട്. സാമൂഹിക, രാഷ്ട്രീയ, മതപരമായ ചിന്തകളിലും ഈ അടിമത്തങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. ഒരു കാലഘട്ടത്തിൽ നാമും നമ്മുടെ പൂർവികരും അടിമകളായിരുന്നു. ചില അടിമത്വത്തിന്റെ ഘടനകൾ നമ്മെ കരിഞ്ഞു മുഴക്കിയിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനമായിരിക്കുന്ന സുവിശേഷം ഇവിടെ ഈ അടിമത്വത്തിന്റെ ഘടനകളെ തകർത്ത് ഒരു സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിച്ചു. ഒരിക്കൽ നശിച്ചുപോയ യഹൂദ നഗരങ്ങളെ പണിയുന്ന ഒരു ചിന്ത ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്. യഹൂദ, അതായത് തകർന്നു പോയ യഹൂദ നഗരങ്ങളെ പണിയുന്നു, അവയുടെ ഇടിവുകൾ നന്നാക്കുന്നു, യെരൂശലേമിന്റെ തകർന്നതായ അവസ്ഥകളെ പുനർനിർമ്മിക്കുന്നതായ
കിടക്കുന്ന ചില ഘടനകളെ കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലും ഇതുപോലെ തകർന്നു കിടക്കുന്ന ചില ഘടനകളുണ്ട്. ഒരുപക്ഷേ നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട് തകർന്നതായിരിക്കാം, അല്ലെങ്കിൽ സാമൂഹികമായ ചുറ്റുപാടുകളിൽ നമ്മെ തകർത്തതായിരിക്കാം. കുറച്ചുകൂടെ വിശാലമായി പറഞ്ഞാൽ രാഷ്ട്രീയമോ മതപരമോ സാമൂഹികമായ അടിച്ചമർത്തലുകളോ നമ്മെ തകർത്തതായ അനുഭവങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള തകർക്കപ്പെട്ട ഘടനകളുടെ രൂപാന്തരം അത് ദൈവിക പ്രവർത്തനങ്ങളിലൂടെയാണ് സഞ്ചാരമാകുന്നത്. സ്വാതന്ത്ര്യത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് ഏത് മേഖലയിൽ നോക്കിയാലും ദൈവികമാണ്. അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് ഈ നോമ്പാചരണത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരേണ്ടത്. അതായത് നാം ഈ നോമ്പാചരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ തകർന്നു കിടക്കുന്ന അല്ലെങ്കിൽ തകർക്കപ്പെട്ടിരിക്കുന്ന ചില ഘടനകളുണ്ട്. ചിലപ്പോൾ നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ പലവിധമായിരിക്കുന്ന തകർച്ചകൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ചില കുടുംബങ്ങളുടെ അണിക്കല്ലുകൾ ഓരോന്നായി ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കുന്നു. ചില സമുദായങ്ങൾ ഇന്ന് തകർക്കപ്പെടുന്ന തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നു. ചില സാംസ്കാരിക അല്ലെങ്കിൽ മതപരമായ സാമൂഹ്യപരമായ ചില അനുഭവങ്ങൾ ചിലരെ തകർച്ചയുടെ അനുഭവങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തകർച്ചയുടെ അനുഭവങ്ങളിൽ നിന്ന് ഒരു പുനരുദ്ധാരണത്തിന്റെ അനുഭവങ്ങളിലേക്ക്, അതായത് രൂപാന്തരത്തിലൂടെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതായ അനുഭവം, ഇടിഞ്ഞു കിടക്കുന്നതായ നമ്മുടെ ഘടനകളെ പണിയപ്പെടുന്ന കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത്. ചിലരുടെ വ്യക്തി ജീവിതങ്ങളാണ് ഇന്ന് തകർന്നു കിടക്കുന്നത്. മദ്യപാനത്തിനും മൊബൈൽ ഫോണിനും ലഹരി മരുന്നുകൾക്കും ചില അവിഹിത ബന്ധങ്ങളിൽ ചില തകർച്ചകളിൽ ചില വ്യക്തിത്വങ്ങളുമായിരിക്കുകയാണ്. അവർക്ക് രൂപാന്തരം വരുവാനാണ് നാം നോക്കാതിരിക്കേണ്ടത്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവരുടെ തകർന്നു കിടക്കുന്ന ജീവിതങ്ങളെ പണിയപ്പെടുവാനുള്ളതായ അനുഭവമാണ് നോമ്പ് എന്ന് പറയുന്നത്. അല്ലാതെ നോമ്പ് ആചാര അനുഷ്ഠാനപരമായ ഒന്നല്ല, നമ്മുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന കാര്യങ്ങൾ. രണ്ടാമത്തെ നോമ്പ് സ്വഭാവ രൂപാന്തരത്തിന്റെ കാലമാണ്. ഇന്ന് അനേകർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ സ്വഭാവം തന്നെ എനിക്ക് പിടിക്കുന്നില്ല എന്നത്. അപ്പൊ എനിക്ക് പോലും പിടിക്കാത്തതായ എന്റെ സ്വഭാവം മറ്റുള്ളവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടുകയുള്ളതിന്. അപ്പോൾ നമ്മുടെ സ്വഭാവത്തെ ഒരു രൂപാന്തരത്തിന്റെ അനുഭവങ്ങളിലേക്ക് നയിക്കപ്പെടേണ്ടതായ കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം. നാം പലപ്പോഴും മറ്റുള്ളവരുടെ സ്വഭാവത്തെ വിലയിരുത്തുന്നവരാണ്. മറ്റുള്ളവരെ നാം വിലയിരുത്തും. ഏറ്റവും കൂടുതൽ എന്റെ ജീവിത പങ്കാളികളെ ഞാൻ വിലയിരുത്തുന്നു. അടുത്ത് നമ്മുടെ മക്കളെ നാം വിലയിരുത്തും. അവരുടെ സ്വഭാവങ്ങൾ നമുക്ക് അത്ര പിടിക്കുന്ന അനുഭവങ്ങളല്ല ഈ ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത്. എന്നാൽ സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കുവാനും എന്റെ സ്വഭാവം അത് എന്റെ ജീവിത പങ്കാളിക്ക് പൊരുത്തപ്പെടുവാൻ കഴിയുമോ, എന്റെ മക്കൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്റെ സഹോദരങ്ങളുമായി എനിക്ക് ഒരുമിച്ച് പോകുവാൻ എന്റെ ഈ സ്വഭാവത്തിന് കഴിയുമോ, അല്ലെങ്കിൽ പലപ്പോഴും സമൂഹത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ എനിക്ക് ജീവിക്കുവാനായിട്ട് കഴിയുമോ? ഇങ്ങനെയുള്ളതായ ചിന്തകളും ഈ നോമ്പ് കാലഘട്ടത്തിൽ അനിവാര്യമാണ്. ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്ന ഒരു ജീവിത ശൈലി സ്വന്തമാക്കുക. ഇപ്പൊ നോമ്പ് കൊണ്ട് നാം ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്ന ഒരു ജീവിത ശൈലി നാം സ്വന്തമാക്കുക എന്നുള്ളതാണ്. ജഡ സ്വഭാവത്തിന്റെ ഉടമകളാണ് മനുഷ്യർ. അറിഞ്ഞോ അറിയാതെയോ ജഡ സ്വഭാവങ്ങളെ പരിപോഷിപ്പിക്കുവാനുള്ള ശ്രമം എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഇങ്ങനെയുള്ള ജഡ സ്വഭാവങ്ങളാണ് മറ്റുള്ളവരുമായി യോജിച്ചു പോകുന്നതിൽ നമുക്ക് തടസ്സം നിൽക്കുന്നതായ ചില പ്രതികൂല സാഹചര്യങ്ങൾ. പക, കോപം, പിണക്കം, ഭിന്നത, അസൂയ, അശുദ്ധി, അധികാരമോഹം, സ്വാർത്ഥത,
മുതലായ ജഡസ്വഭാവങ്ങൾ നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുമ്പോൾ അതെ നാം തകർക്കപ്പെടുന്ന അനുഭവങ്ങളിലേക്ക് നാം കടന്നു പോവുകയാണ്. ഈ ഒരു അനുഭവത്തിൽ നിന്ന് ക്രിസ്തു കാണിച്ചു തന്ന ക്രിസ്തു യേശുവിനുള്ള ഭാവത്തിലേക്ക്, ആ സ്വഭാവത്തിലേക്ക് നമുക്ക് വളരുവാനായിട്ട് കഴിയണം. അവിടെയാണ് നോമ്പ് സാർത്ഥകമായി തീരുന്നത്. ഇതിന് നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് എടുത്തിരിക്കുന്ന ഒരു ഉപമ, കാട്ടൊലിവായ നമ്മെ നാട്ടൊലിവിനോടുകൂടെ ഒട്ടിച്ചു ചേർക്കുന്ന അനുഭവം, അല്ലെങ്കിൽ ജഡത്തിന്റെ സ്വഭാവങ്ങളിൽ മുഴുകി ജീവിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കുന്ന നമ്മെ ദൈവത്തോട്, യേശുക്രിസ്തുവിനോട് ഒട്ടിച്ചു ചേർക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമുക്ക് വളരുവാനായിട്ട് കഴിയും. അപ്പോൾ കാട്ടൊലിവ് എന്ന് പറയുമ്പോൾ ഫലമില്ലാത്ത ഒരു വൃക്ഷമാണ്. മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഏതൊരു ഗുണവുമില്ല, ഒരു ഉപയോഗവുമില്ലാത്തതായ അനുഭവം. ഇത് പലപ്പോഴും പല ഭവനങ്ങളിലും നമ്മുടെ ജീവിത പങ്കാളികളോ മക്കളോ കാട്ടൊലിവായി പരിണമിച്ചിരിക്കുകയാണ്. ഒരു ഉപയോഗവുമില്ലാത്തതായ ജീവിത ശൈലികൾ. ഇവിടെ കർത്താവായ യേശുവാകുന്ന നല്ല വലുവിനോട് ഇതിനെ ഒട്ടിച്ചേർക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നാം മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ക്രിസ്തുവിന്റെ സ്വഭാവം നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന അനുഭവങ്ങളാണ്. അങ്ങനെ നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം മറ്റുള്ളവർക്ക് ഫലദായകമായ ജീവിതമായി മാറ്റപ്പെടും. ഇപ്പോൾ ഈ നോമ്പ് നാം ആചരിക്കുന്നതിലൂടെ നാം മറ്റുള്ളവരിലേക്കല്ല നോക്കേണ്ടത്, എന്റെ സ്വഭാവം എങ്ങനെയായിരിക്കുന്നു, എന്റെ വാക്കുകൾ എന്താണ്, എന്റെ പ്രവർത്തികൾ എന്താണ്, എന്റെ സംസാരങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഞാനൊരു നല്ല ഒലുവാണോ കാട്ടൊലുവാണോ, എന്റെ ഭവനത്തിൽ ഞാനൊരു പിതാവ് എന്ന നിലയിൽ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ, എന്റെ ഭവനത്തിൽ ഞാനൊരു മാതാവ് എന്ന വിധത്തിൽ നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നുവോ. മക്കളും അത്തരത്തിൽ ചിന്തിക്കണം, സഹോദരങ്ങളും അത്തരത്തിൽ ചിന്തിക്കണം. ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് കാരണമായി തീരുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, നോമ്പ് കാലഘട്ടം രൂപാന്തരത്തിന്റെ കാലഘട്ടമാണ്. ഈ രൂപാന്തരം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ ആരംഭിക്കേണ്ടതാണ്. അത് നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന, നമ്മുടെ സ്വഭാവം മറ്റുള്ളവർക്ക് ഫലകരമായി തീരുന്ന അനുഭവമാക്കി നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് കഴിയണം. ഇത് ഞാൻ പറയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലാണ് രൂപാന്തരം സംഭവിക്കേണ്ടത്. ആചാരങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനല്ല, പിന്നെയോ നമുക്ക് രൂപാന്തരം വരുത്തുവാനാണ്. നമ്മുടെ ദുഷിച്ച സ്വഭാവങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ഒരു നല്ല സ്വഭാവത്തിന്റെ നല്ല ഫലദായകമായ ജീവിതമായി തീരുവാൻ കാട്ടൊലിവായിരിക്കുന്ന ജ്ഞാനങ്ങൾ നല്ലവരുമായ യേശുവിനോട് ഒട്ടിച്ചേരുന്ന നാളുകളാണ് നോമ്പുകാലം. ജ്ഞാനെന്ന ഭാവം മാറി യേശുവിൽ ലയിച്ചു ചേരുന്ന ഒരു അനുഭവമാണ് നോമ്പിലൂടെ നാം അർത്ഥമാക്കുന്നത്. അങ്ങനെ നാം ഈ നോമ്പ് കാലഘട്ടം യേശുവിൽ ഒട്ടിച്ചേരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം വളരെ സാർത്ഥകമാണ്. നമ്മുടെ സ്വഭാവം മറ്റുള്ളവർക്ക് ഫലദായകമായ അനുഭവമായിരിക്കും. ഇത് പലപ്പോഴും നമ്മുടെ മക്കളെ ഈ യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ എത്ര രക്ഷകർത്താക്കൾ ഇത് പഠിപ്പിക്കുന്നു. പലപ്പോഴും നമ്മുടെ മക്കളെ ചൊല്ലുന്ന വേദനിക്കുന്നവരാണ്, നിരാശപ്പെടുന്നവരാണ് അവരുടെ വാക്കുകൾ, അവരുടെ പ്രവൃത്തികൾ, അവരുടെ സ്വഭാവങ്ങൾ. എന്നാൽ യേശുവാകുന്ന നല്ല വലുവിനോട് ചേർത്ത് നമ്മുടെ മക്കളെ നിർത്തുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ കുടുംബ ജീവിതത്തിൽ കുടുംബത്തിന്റെ നാഥനായ യേശുവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അവിടെ നമ്മുടെ സ്വഭാവം ഒരു രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരും. സമയം അതിലേക്ക് കടന്നു പോകുന്നത് കൊണ്ട് ചിന്തകൾക്ക് വിരാമം കുറിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമത്തെ ഒരു ചിന്തയിലൂടെ ഇന്ന് പാഠമായി വായിച്ച യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം, കാനാ ഒരു കല്യാണ ഭവനവും നോമ്പുമായി
നോമ്പുമായിട്ട് എന്ത് ബന്ധമെന്ന് പലരുടെയെങ്കിലും ഹൃദയത്തിൽ ചിന്തിച്ചിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ നോമ്പ് വ്യക്തിത്വ രൂപാന്തരത്തിന്റെ കാലഘട്ടമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പല വ്യക്തിത്വങ്ങളാണ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വഭാവങ്ങൾ ഇന്ന് മലീമസമായിരിക്കുന്നത് പോലെ നമ്മുടെ വ്യക്തിത്വങ്ങളും ഇന്ന് പലവിധമായിരിക്കുന്ന മൂല്യച്യുതികളിൽപ്പെട്ട് ഞാനെന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട വ്യക്തിത്വം നഷ്ടപ്പെട്ട് ഞാനെന്ന വ്യക്തി അധംപതിച്ചു പോകുന്ന, തരംതാണു പോകുന്ന മദ്യത്തിനോ മയക്കുമരുന്നുകൾക്കോ മറ്റ് വ്യഭിചാരങ്ങൾക്കോ അല്ലെങ്കിൽ ദുർനടപ്പുകൾക്കോ സ്വന്തം ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ഈ നോമ്പ് കാലഘട്ടം വ്യക്തിത്വ രൂപാന്തരത്തിന്റെ കാലമായി നാം രൂപപ്പെടുത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വ്യക്തിത്വത്തിന്റെ വികാസം നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നും നാം നേടുന്ന അറിവുകളിൽ നിന്നുമാണ് രൂപപ്പെടുന്നത്. പലപ്പോഴും നമ്മുടെ അറിവുകൾ ഇന്ന് നമ്മുടെ വ്യക്തിത്വത്തെ രൂപാന്തരപ്പെടുത്തുന്നുവോ? ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ വയ്ക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ വേദഭാഗത്ത് കർത്താവായ യേശുവും ശിഷ്യന്മാരും സംബന്ധിക്കുന്ന ഒരു കല്യാണ ഭവനമാണ്. ആ കല്യാണ ഭവനത്തിൽ വീഞ്ഞ് തികയാതെ വന്നു. അവിടെ യേശുവിന്റെ അടുക്കൽ ഈ പ്രശ്നം എത്തി. യേശു അവിടെ ചില കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നതിൽ വെള്ളം കോരി നിറയ്ക്കുവാനായിട്ട് പറഞ്ഞു. ശിഷ്യന്മാരത് ചെയ്തു. യേശുവിന്റെ വാക്ക് അനുസരിച്ച് യേശുവിനാൽ രൂപാന്തരപ്പെട്ടപ്പോൾ ഈ വെള്ളം വീഞ്ഞായി മാറി. ഈ വീഞ്ഞ് വിരുന്നുവാണി രുചിച്ചു നോക്കിയപ്പോൾ ഇതുവരെ അവർ അനുഭവിച്ചതിൽ നിന്നും വളരെ ബേത്തരമായ ഒരു വീഞ്ഞായിരുന്നു. സാധാരണ ജലം യേശുവിന്റെ കരങ്ങളിലൂടെ രൂപാന്തരം പ്രാപിച്ചപ്പോൾ അതിന്റെ മണവും ഗുണവും മധുരവും എല്ലാം മാറ്റപ്പെടുകയും ജലത്തിന് നിറമില്ല, മണമില്ല, രുചിയില്ല. ഇന്ന് പല ജീവിതങ്ങളും ഇങ്ങനെയാണ്. നാം ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും ക്രൈസ്തവ നിറം നഷ്ടപ്പെട്ടു പോയ ക്രിസ്ത്യാനികളായി അനുവദിച്ചിരിക്കുന്നു. നാം ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് ജീവിക്കുന്നുവെങ്കിലും ക്രൈസ്തവന്റെ ഗുണമില്ലാത്തതായ അനുഭവമായി മാറ്റപ്പെട്ടിരിക്കുന്നു. നാം ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് ജീവിക്കുന്നുവെങ്കിലും ക്രിസ്തു നൽകിയ മധുരം പകരുവാൻ കഴിയാതെ കയ്പിന്റെ അനുഭവങ്ങളിലേക്ക് തരതാണ് പോയില്ലേ. ഇവിടെ ജലം എന്ന് പറയുന്ന മണവും ഗുണവും മധുരവും ഇല്ലാത്ത ഒരു വസ്തു യേശുവിന്റെ കരങ്ങളിലൂടെ രൂപാന്തരപ്പെട്ടപ്പോൾ അത് മധുരതരമായ ഒരു അനുഭവമായി മാറ്റപ്പെട്ടു. അതിന് വളരെ മനോഹരമായ ഒരു നിറം ലഭിച്ചു. അതിന് നല്ല ഗുണങ്ങളുള്ള ഒരു വീഞ്ഞായി അത് തീരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നോമ്പ് ആചരണം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വ വികാസത്തിന്റെ നാളുകളാണ്. ഇന്ന് നാം സാധാരണ ജനമായിരിക്കുകയാണ്. ഒരു മണവുമില്ല, ഒരു ഗുണവുമില്ല, ഒരു നിറവുമില്ല. എന്നാൽ നാം ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാനാണ് നോമ്പ് ആചരിക്കുന്നത്. ഈ ഒരു മണവും ഗുണവും നിറവുമില്ലാത്ത അനുഭവങ്ങൾ ഇത് പക്ഷേ നാം ഒന്ന് കാതോർത്താൽ നമ്മുടെ ഭവനങ്ങളിൽ ഇതിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. ഈ മനുഷ്യനെ കൊണ്ട് ഒരു ഗുണവുമില്ല. ചില സ്ത്രീകൾ പറയുന്നതായ ഭവനമാണ്. പുരുഷന്മാർ പറയും ഇവളെ കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് പറയുന്നു. പ്രിയമുള്ളവർ, ഇങ്ങനെ ഒരു മണവും ഗുണവുമില്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയ ദൈവജനമേ, നിനക്കൊരു മണവും ഗുണവും ഒരു നിറവും അനിവാര്യമായിരിക്കുന്നു. അതിന് യേശുവിന്റെ കരങ്ങളിൽ നിന്ന് സമർപ്പിക്കുന്ന ദിനങ്ങളാണ് ഈ നോമ്പ് എന്ന് പറയുന്നത്. ചിലരൊക്കെ പറയുന്നത് ഈ നോമ്പ് ആചരിക്കുവാൻ വെറും ആചാരാനുഷ്ഠാനങ്ങളാണ്, അതിന് പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ആത്മീയ തലങ്ങളിലൂടെ ഈ നോമ്പ്
തീർച്ചയായും നമ്മുടെ വ്യക്തിത്വ വികസനത്തിന്റെ നാളുകളായിരിക്കും ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ വിദ്യാർത്ഥിനികളെ, നിങ്ങൾ ഒരു പക്ഷേങ്കിൽ നിങ്ങളുടെ മനസ്സുകൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കുന്നുണ്ടാകും, ഒരു മണവും ഒരു നിറവും ഇല്ലാതിരിക്കുന്ന അനുഭവങ്ങളാണ്. ചില കുടുംബങ്ങളിൽ ചില ഭർത്താക്കന്മാർ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ മനസ്സുകളിൽ പരിതപിക്കുന്നു. ചില സ്ത്രീകൾ തങ്ങളുടെ കുടുംബങ്ങളിൽ ഇങ്ങനെ പരിതപിക്കുന്നു, എന്നെ കൊണ്ട് ഒരു ഗുണവുമില്ല, ഒരു നിറവുമില്ല, ഒരു മണവുമില്ല. സാഹോദര്യ ബന്ധങ്ങളിൽ ഒരു നിറവും മണവും ഗുണവും പകരുവാൻ എനിക്ക് കഴിയില്ല. എന്റെ സമൂഹത്തിൽ ഒരു നിറമില്ലാത്ത, മണമില്ലാത്ത, ഒരു ഗുണവുമില്ലാത്ത വ്യക്തിത്വമായി ഞാൻ രൂപാന്തരപ്പെട്ടിരിക്കുന്നുവോ? ഇവിടെ ഈ നോമ്പ് യേശുവിനോടൊപ്പം യേശുവിന്റെ കരങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്ന അനുഭവം. പ്രിയമുള്ളവരെ, ഈ നോമ്പ് നിന്നെ രൂപാന്തരപ്പെടുത്തും. ഈ രൂപാന്തരം എന്ന് പറയുന്നത് നീ മണവും ഗുണവും നിറവുമുള്ള വ്യക്തിത്വമായി നിന്റെ വ്യക്തിത്വത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു അനുഭവമായി മാറ്റപ്പെടുന്നുള്ളതാണ്. ഇപ്പോൾ കാനാവിലെ പച്ചവെള്ളം പോലെ ഒരു ഗുണവും മണവും ഇല്ലാതിരിക്കുന്ന ക്രിസ്തീയ ജീവിതമേ, ഈ നോമ്പാചരണത്തിലൂടെ ഒരു മണവും ഗുണവും നിറവും നിറഞ്ഞതായ ജീവിത അനുഭവങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ നോമ്പുകാലം നമ്മിൽ വരുത്തേണ്ടതായ രൂപാന്തരങ്ങൾ എന്ന് പറഞ്ഞ് നാം ഇവിടെ ചിന്തിച്ചത്, തകർന്നു കിടക്കുന്ന ചില ഘടനകളെ പുതുക്കി പണിയുക, നമ്മുടെ സ്വഭാവത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തുക, നമ്മുടെ വ്യക്തിത്വത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തുക. ഇങ്ങനെ നമ്മുടെ വ്യക്തിത്വത്തെ രൂപാന്തരപ്പെടുത്തി നമ്മുടെ സ്വഭാവം മറ്റുള്ളവർക്ക് യോജിച്ചു പോകുവാൻ കഴിയുന്ന ഒരു അനുഭവമാണ്. നമ്മിൽ തകർന്നു കിടക്കുന്ന വ്യക്തിബന്ധങ്ങളും നമ്മുടെ ഞാൻ എന്ന വ്യക്തി ഇത് തകർച്ചയുടെ അനുഭവങ്ങളിലും എൻ്റെ കുടുംബജീവിതം ഞാൻ മുഖാന്തരം തകർന്നുകൊണ്ടിരിക്കുന്നുവെങ്കിലും ഇങ്ങനെയുള്ള തകർച്ചകളെ പുതുക്കി പണിയുന്ന ഒരു അനുഭവമായി ഈ നോമ്പുകാലം മാറ്റപ്പെടുക. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ.